മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസിന്റെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ട നേതാവിനെതിരെ നടപടിയുമായി യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ സുഹൈൽ തച്ചറൊടിയെ പുറത്താക്കി. സുഹൈലിനെ പുറത്താക്കിയ വിവരം യൂത്ത് ലീഗ് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. T ഹനീഫയ്ക്ക് പകരം ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. സച്ചിൻ പാലക്കാട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ വലിയ തട്ടിപ്പിന്റെ മറ്റൊരു കഥ കേൾക്കുന്നു, തിരിച്ചെത്തുമ്പോൾ ഇതാ അടുത്ത തട്ടിപ്പ് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഏതായാലും ഒരു വലിയ മായാവിയാണ് PK ഫിറോസ് എന്ന ആക്ഷേപം KT ജലീൽ ഉന്നയിച്ചിരിക്കുകയാണ്. തെളിവുകൾ സഹിതമാണ് KT ജലീൽ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത്. ഇപ്പോഴിതാ ഫിറോസിനെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ട ഭാരവാഹിക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ലീഗ് നേതൃത്വം മറ്റൊരു മാതൃക കാണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സച്ചിൻ, എന്താണ് തിരുവേഗപ്പുറയിൽ സംഭവിച്ചത്? തീർച്ചയായും മനു, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ എന്നാണ് നമ്മൾ കൊടുത്തിട്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് PK ഫിറോസ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ KT ജലീൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിട്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് പട്ടാമ്പി തിരുവേഗപ്പുറം പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് അധ്യക്ഷൻ സുഹൈൽ തച്ചറൊടിയെ യൂത്ത് ലീഗിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. അത് പ്രധാനമായും യൂത്ത് ലീഗ് കാരണം പറയുന്നത് ഈ PK ഫിറോസിൻ്റെ അഴിമതികളും തട്ടിപ്പുകളും KT ജലീൽ മുഖാന്തരം പുറത്തുവിട്ടതിന് പിന്നിൽ സുഹൈലാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സുഹൈലിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സുഹൈൽ KT ജലീലുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇത് സുഹൈലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യൂത്ത് ലീഗ് പ്രവർത്തകർ റെക്കോർഡ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസിനും അയച്ചു കൊടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സുഹൈലിനെതിരെ നടപടി എടുത്തത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ പോലും സുഹൈലിനെതിരെ ഔദ്യോഗികമായി നടപടി എടുക്കാൻ വേണ്ടി യൂത്ത് ലീഗിന് സാധിച്ചിട്ടില്ല. കാരണം വലിയ രീതിയിൽ പ്രാദേശികമായിട്ടും അതേപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ വലിയ രീതിയിലുള്ള തട്ടിപ്പിൻ്റെ വിവരങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ സുഹൈലിനറിയാം. അതിനാൽ തന്നെ സുഹൈലിനെതിരെ നടപടിയെടുത്താൽ ഇതൊക്കെ സുഹൈൽ പുറത്തുവിടും എന്ന ഒരു ഭയം നിലവിൽ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾക്കും അതേപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കൾക്കുമുണ്ട്. അതിനാലാണ് ഔദ്യോഗികമായി നടപടി എടുക്കാത്തത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. ഇനി വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് സംഘടനയിൽ നിന്നും പിന്തുണ ലഭിക്കാതെ സുഹൈലിനെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടപടി എടുത്തു, എന്നാൽ തന്നെ ഔദ്യോഗികമായി പുതിയ സമവാക്യം എന്ന് പറയുന്ന സച്ചിൻ, അതാണോ ഇവിടെ ഈ നടപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം KT ജലീൽ കൃത്യമായ രേഖകൾ സഹിതമാണ് PK ഫിറോസിൻ്റെ അഴിമതിയും അതേപോലെ തന്നെ തട്ടിപ്പും അടക്കം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. അതായത് നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ഗൾഫിൽ 5 ലക്ഷത്തിലേറെ വരുമാനം നേടുന്ന ഒരു മായാവിയാണ് PK ഫിറോസ്. അത് നമ്മൾ ഇതുവരെ ഈ ലോകത്ത് കാണാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം നാട്ടിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വിദേശ രാജ്യങ്ങളിലൊക്കെ വൻകിട ബിസിനസ്സുകളും ചെയ്യുന്നു. വൻകിട ബിസിനസ്സുകൾ, പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ എവിടെ നിന്നാണ് PK ഫിറോസിന് നേടാൻ വേണ്ടി സാധിച്ചത്? അതിൻ്റെ കൃത്യമായ രേഖകൾ അടക്കം പുറത്തു വിട്ടുകൊണ്ടായിരുന്നു PK ഫിറോസിനെ വെല്ലുവിളിച്ചുകൊണ്ട് KT ജലീൽ രംഗത്തെത്തുന്നത്. എന്നാൽ ഇതിനൊന്നും കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ KT ജലീലിന് മറുപടി നൽകാൻ വേണ്ടിയോ PK ഫിറോസിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സത്യം പറഞ്ഞ സുഹൈൽ എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവിനെ നടപടിയെടുത്തുകൊണ്ട് പുറത്താക്കുകയാണ്. അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേതാക്കളുടെ അഴിമതികൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും അതേപോലെ തന്നെ പ്രാദേശിക നേതാക്കളൊക്കെ പുറത്തു പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുത്ത് പുറത്താക്കുക എന്ന ഒരു നടപടിയാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നും യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ പ്രാദേശിക നേതാവായിട്ടുള്ള സുഹൈലിനെതിരെ നടപടിയെടുത്തത് KT ജലീൽ തന്നെ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള തമ്മിലടിയും തർക്കവും യൂത്ത് ലീഗിലും ഇപ്പോൾ പാലക്കാട് പട്ടാമ്പി മേഖലകളിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ KT ജലീൽ തന്നെ മലപ്പുറത്തും അതേപോലെ തന്നെ കോഴിക്കോടും നടക്കുന്ന പൊതുയോഗങ്ങളിൽ പുറത്തുവിടുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഫിറോസിൻ്റെ തട്ടിപ്പുകളുടെ ആഴങ്ങൾ ഇനിയും വർദ്ധിക്കും. കാരണം കൂടുതൽ തട്ടിപ്പ് വിവരങ്ങൾ KT ജലീൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മറുപടി പോലും കൃത്യമായി പറയാൻ വേണ്ടി PK ഫിറോസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മനു, ശരി, ഓക്കെ.
സച്ചിനാണ് ഈ വിവരങ്ങൾ നൽകിയത്. പി കെ ഫിറോസിനെതിരെ വിവരങ്ങൾ നൽകി അല്ലെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞു എന്നതിന് പേരിൽ അവിടെ ലീഗ് ഭാരവാഹിക്കെതിരെ തിരുവേഗപ്പുറയിൽ നടപടിയെടുത്തിരിക്കുകയാണ് ലീഗ് നേതൃത്വം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പടിക്ക് പുറത്തിറങ്ങി പൊക്കോളൂ എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. നമുക്ക് നോക്കാം എത്ര കാലം ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് നിർത്താൻ UDF-നും ലീഗിനുമൊക്കെ കഴിയുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.